കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ ഒരു തിന്മയും ചെയ്യാതെ ജയിലിൽ പോകേണ്ടി വന്നു. സുവിശേഷം പ്രസംഗിച്ചു എന്നതാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള കുറ്റം. മതപരിവർത്തനമെന്നോ തീവ്രവാദമെന്നോ കുറ്റം ചുമത്തി അദ്ദേഹത്തെ ജയിലിലടച്ചു. സുവിശേഷകൻ ജയിലിൽ പോയാൽ പ്രശ്നം തീർന്നുവെന്ന് വിചാരിച്ചവർക്ക് തെറ്റുപറ്റി. അദ്ദേഹം ജയിലിൽ കിടന്നുകൊണ്ട് സുവിശേഷം എഴുതാൻ തുടങ്ങി. അതുകൊണ്ട് 2000 കൊല്ലത്തിന് ശേഷം ഇന്ന് പൗലോസിൻ്റെ മെസ്സേജ് നമുക്ക് പഠിക്കാൻ ഭാഗ്യം കിട്ടി. സുവിശേഷകനെ ബന്ധിച്ചാലും സുവിശേഷം ബന്ധിക്കപ്പെടുന്നില്ലെന്നുള്ളതാണ് കാരാഗ്രഹ ലേഖനങ്ങൾ നമുക്ക് തരുന്ന സന്ദേശം. കൊലോസി ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം മുതലാണ് ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. വായിക്കുന്നു 10 മുതലുള്ള വാക്യങ്ങൾ. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടന്ന് ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായിച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവൻ്റെ മഹത്വത്തിൻ്റെ വല്ലഭത്വത്തിന് ഒത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണമെന്നും വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തന്മാരാക്കുകയും നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വയ്ക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും അപേക്ഷിക്കുന്നു. ഇതൊരു നീണ്ട പ്രാർത്ഥനയാണ്. പൗലോസിൻ്റെ പ്രധാനപ്പെട്ട 4 പ്രാർത്ഥനകൾ ലേഖനങ്ങളിൽ നിന്ന് പഠിക്കാം. അതുകൂടാതെ അനേക പ്രാർത്ഥനകൾ ഉണ്ടെങ്കിലും പ്രധാനപ്പെട്ട 4 പ്രാർത്ഥനകൾ പഠിക്കാനുണ്ട്. അതിൽ മഹത്തായ ഒരെണ്ണമാണ് ഇപ്പോൾ വായിച്ചത്. ഈ ഒരു പ്രാർത്ഥനയിൽ തന്നെ ദൈവസഭയോട് ബന്ധപ്പെട്ട അഥവാ വിശ്വാസികളോട് ബന്ധപ്പെട്ട അതിപ്രധാനപ്പെട്ട അനേക കാര്യങ്ങൾ ഈ ഒരു പ്രാർത്ഥനയിൽ ഉണ്ട്. ദൈവം അനുവദിച്ചാൽ ഈ ഒരു പ്രാർത്ഥനയിൽ നിന്ന് 4 or 5 സന്ദേശങ്ങളെങ്കിലും നമുക്ക് ധ്യാനിക്കാൻ സാധിക്കും. അതിനൊരു മുമ്പായിട്ട് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രാർത്ഥനകളുടെ ഒരു ഔട്ട്ലൈൻ നമുക്ക് നോക്കാം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 15 മുതൽ 19 വരെയാണ് മറ്റൊരു പ്രാർത്ഥന. ഒന്ന് വായിച്ചാട്ടെ. അത് നിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്ത് എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. എന്തൊരു പ്രാർത്ഥനയാണ്! എന്താണ് ഈ പ്രാർത്ഥനയിലെ പ്രധാന ലക്ഷ്യം? നിങ്ങളുടെ കണ്ണ് തുറക്കാൻ, നിങ്ങൾ അറിയാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ വിശ്വാസിക്ക് എന്താ ഉണ്ടാകേണ്ടത്? വിശ്വാസി ആരാണെന്നറിയണം, അവൻ്റെ ദൈവം ആരാണെന്നറിയണം, അവനെ നടത്തുന്ന ആരാണെന്നറിയണം, അവൻ എവിടേക്ക് പോകുന്നുവെന്നറിയണം.
ചുരുക്കി പറഞ്ഞാൽ തിരിച്ചറിവാണ് നമ്മെ വ്യത്യസ്തരാക്കുന്നത്. തിരിച്ചറിവിന് വേണ്ടിയായി പ്രാർത്ഥിക്കുന്നത്. തിരിച്ചറിവ്. നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. എന്തൊക്കെ അറിയണം? അറിയണമെങ്കിൽ അതിനു മുമ്പ് എന്ത് നടക്കണം? ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. ഹൃദയദൃഷ്ടി എന്നൊരു ദൃഷ്ടിയുണ്ട്. ഉൾക്കണ്ണെന്ന് പറയും. ഉൾക്കണ്ണ് തുറന്നാൽ ദൈവവിളിയുടെ ആശ അറിയാം. വിശുദ്ധന്മാരിൽ അവകാശത്തിൻ്റെ മഹിമാധനം അറിയാം. ദൈവശക്തിയുടെ വ്യാപാരം അറിയാം. അതിൻ്റെ അളവറ്റ വലിപ്പം അറിയാം, ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട്. അപ്പം ഉൾക്കണ്ണ് തുറന്ന് ആധ്യാത്മികമായ അനന്തമായ ഉന്നതമായ കാര്യങ്ങൾ ദൈവമക്കൾ അറിയാൻ പൗലോസ് പ്രാർത്ഥിക്കുക. എന്താ കാര്യമെന്നറിയോ? മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടവനും വെളിപ്പാടുകളുടെ ആധിക്യമുള്ളവനുമാണ് പൗലോസ്. അപ്പോൾ ഈ വിശ്വാസികൾ വളരെ ചെറിയ കാര്യങ്ങളിൽ തളർന്നു പോകുകയും മടുത്തു പോവുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് അദ്ദേഹത്തിനറിയാം. ഇവരുടെ കണ്ണ് തുറക്കാത്തതുകൊണ്ടാണ്. കണ്ണ് തുറക്കുകയാണെങ്കിൽ ഇവരുടെ സ്ഥിതി മാറും. അതുകൊണ്ട് പൗലോസ് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട, ദൈവമേ ഇവരുടെ കണ്ണ് തുറക്കണമേ, ഇവരുടെ കണ്ണ് തുറക്കണമേ, ഇവരുടെ കണ്ണ് തുറക്കണമേ. ഒരു വളരെ ചെറിയൊരു ഉദാഹരണം പറയാം. യാക്കോബ് ഒരു ദിവസം കരഞ്ഞുകൊണ്ട് പറയുക, ജോസേപ്പില്ല, ശിമയോനില്ല, ബെന്യാമിനെ നിങ്ങൾ കൊണ്ടുപോയി. ജോസേപ്പില്ല, ജോസേപ്പുണ്ട്. ശിമയോനില്ല, ശിമയോനുണ്ട്. ബെന്യാമിനെ കൊണ്ടുപോവുകയില്ല. പക്ഷെ ഇത് പറഞ്ഞാൽ ഇങ്ങേർക്ക് സമ്മതമാകത്തില്ലല്ലോ. കാരണം എന്നെ അങ്ങേർക്കത് കാണാൻ മേല. അങ്ങേര് കരയുക, ജോസേപ്പില്ല. ജോസേപ്പ് ഉണ്ടച്ചാ, ഉണ്ടെന്നേ. അങ്ങനെ പറഞ്ഞാൽ പറയുന്നവരെ അങ്ങേര് അന്നേരം അടിക്കും. അച്ഛാ ജോസേപ്പ് ഉണ്ട് എന്ന് ഒരാൾ പറഞ്ഞ് നോക്ക്, ഇപ്പോൾ കാണാം. ഇതിന് എന്നാ മാർഗം? ജോസേപ്പിൻ്റെ ഫോട്ടോ കൊണ്ട് കാണിച്ചാൽ മതിയോ? ഫോട്ടോ ഇന്ന് കാണിച്ചാൽ പോരാ. ഈ യാക്കോബിൻ്റെ കണ്ണ് തുറക്കണം. അപ്പം നമ്മൾ ഇന്ന് ടെൻഷൻ പിടിക്കുന്ന പല കാര്യങ്ങളും അജ്ഞതയിൽ നിന്നാണ്. ഇത് ഒരു വലിയ വിഷയമാണ്. അതുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ ദൈവമേ ഇവരുടെ കണ്ണ് തുറക്കണമേ. ഇതൊരു പ്രാർത്ഥന. ഈ കൊലോസ്യ ലേഖനത്തിലെ പ്രാർത്ഥനയും എഫേസ്യ ലേഖനത്തിലെ പ്രാർത്ഥനയും ഏറെക്കുറെ ഒരുപോലെ ഉള്ളതാണ്. ഈ പ്രാർത്ഥന രണ്ടും പഠിച്ചാൽ പൗലോസ് ആരാണെന്ന് പഠിക്കാം, സഭ എന്താണെന്ന് പഠിക്കാം, നമ്മളാരാണെന്ന് പഠിക്കാം. ഈ പ്രാർത്ഥന പഠിച്ചാൽ മതി. ഒരു മനുഷ്യൻ്റെ പ്രെയർ ശ്രദ്ധിച്ചാൽ ആ മനുഷ്യൻ്റെ തൂക്കം നിങ്ങൾക്ക് കിട്ടും. ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിച്ചാൽ ആ മനുഷ്യൻ്റെ ആത്മീയത്തിലെ ആകത്തുക നിങ്ങൾക്ക് ഗ്രഹിക്കാം. പൗലോസിൻ്റെ പ്രാർത്ഥന ഒന്ന് കേട്ട് നോക്ക്. ഇന്ന് നമ്മളതിൻ്റെ ഒരു മുഖവരിയാണ് പറയുന്നത്. ഇത് രണ്ടെണ്ണം കണ്ടു. ഇനി മൂന്നാമത്തേത് എഫേസ്യർ 3
14 മുതൽ 19 വരെയാണ് മൂന്നാമത്തെ പ്രയർ. അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്നും പ്രാർത്ഥിക്കുന്നു. എന്തിനാ പ്രാർത്ഥിക്കുന്നേ? ഈ പ്രാർത്ഥനയും മറ്റേ പ്രാർത്ഥനയും എല്ലാം ആത്മീക വിഷയമാണ്. ഇവിടെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ നില കാണാം, പ്രയർ പൊസിഷൻ കാണാം. എല്ലായിടത്തും അത് എഴുതിയിട്ടില്ല, ഇവിടെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ പ്രാർത്ഥനയും ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് വിചാരിക്കാം. വാക്യം 14, ഞാൻ മുട്ടുകുത്തുന്നു. 15, ഞാൻ മുട്ടുകുത്തുന്നു. പൗലോസ് എന്ന പ്രാർത്ഥനാ മനുഷ്യൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നവനായിരുന്നു. നല്ല രീതികൾ പഠിക്കുന്നത് നല്ലതാണ്. മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും നല്ല നില, ഏറ്റവും നല്ല പൊസിഷൻ. നടന്നുകൊണ്ടും കസേരയിലിരുന്നു കൊണ്ടും കിടന്നുകൊണ്ടും പ്രാർത്ഥിക്കേണ്ടി വന്നാൽ പ്രാർത്ഥിക്കാം. എന്നാൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും നല്ലത്. വേദപുസ്തകം പരിശോധിച്ചാൽ മോശയുടെ പ്രാർത്ഥന കാണാം. അദ്ദേഹം കവിണ് വീണ് പ്രാർത്ഥിച്ചു. ഏലിയാവിൻ്റെ പ്രാർത്ഥന കാണാം. നിലത്ത് കുനിഞ്ഞ് മുഖം മുഴങ്കാലുകൾക്കിടയിൽ വെച്ചു പ്രാർത്ഥിച്ചു. എസ്രായുടെ പ്രാർത്ഥന കാണാം. സ്തംഭിച്ച് കുത്തിയിരുന്നു, മുഴങ്കാല് കുത്തി കൈകൾ രണ്ടും മുകളിലേക്ക് ഉയർത്തി പ്രാർത്ഥിച്ചു. ഏറ്റവും മികച്ച നിലയാണത്. യേശു കർത്താവിനെക്കുറിച്ച് വായിക്കുന്നത്, പിന്നെ അവൻ മുമ്പോട്ട് ചെന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു, കവിണ് വീണ് പ്രാർത്ഥിച്ചു. കവിണ് വീണ് പ്രാർത്ഥിക്കുന്നത് ആവശ്യത്തിൻ്റെ കടുപ്പം കൊണ്ടങ്ങ് വീഴുന്നതാണ്. അത് നിങ്ങൾ കൊച്ചു പിള്ളേരുള്ള വീട്ടിൽ നോക്കിയാൽ കാണാം. കൊച്ചു പിള്ളേർ അവരൊരു കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് തറയിൽ കിടന്ന് ഉരുളുന്ന കണ്ടിട്ടുണ്ടോ? കാരണം അവർക്കതേ പറ്റുള്ളൂ, വേറൊരു നിവൃത്തിയില്ല. അപ്പോൾ അവർ നമ്മുടെ കാലെ പിടിച്ചങ്ങ് വീണങ്ങ് കിടക്കും. അപ്പോൾ നമ്മൾ കാര്യം സാധിച്ചു കൊടുക്കും. കവിണ്ണ് വീണു, മോശ കവിണ്ണ് വീണു. വീണപ്പോൾ എന്താ സംഭവിച്ചെന്നറിയോ? ദൈവം വന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ചു. നീ എന്തിനാ ഇങ്ങനെ വീണ് കിടക്കുന്നേ? വടിയെടുത്ത് ചെങ്കടൽ നേരെ നീട്ട്. ചില ആളുകൾ മോശയെ ഇങ്ങനെ വഴക്ക് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പം എറണാകുളത്ത് നിന്നുകൊണ്ട് മോശ വഴക്ക് പറഞ്ഞാൽ കുഴപ്പമില്ല, മോശ കേൾക്കുന്നില്ലല്ലോ. എന്തിനാ വീണ് കിടക്കുന്നത്? വടിയല്ലേ കയ്യിലുള്ളത്, നീട്ടിയാൽ പോരെ. ഇങ്ങനെയൊക്കെ പറയുന്ന പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കുഴപ്പമില്ല, മോശമായിട്ട് ചേട്ടാനിമാർ ആരും അത് കേൾക്കുന്നില്ല. പക്ഷെ നിങ്ങൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വരുമ്പം
നിങ്ങൾ ഭൂമി കാണുമെന്നുള്ളതാണ് വിഷയം. അത്ര ടെൻഷൻ ആ സമയത്ത്. അപ്പോൾ എൻ്റെ ദൈവമേ എന്നും പറഞ്ഞ് അയാളങ്ങ് വീണു. അപ്പം ഓരോരുത്തരും ഓരോ നിലയിലാണ് വ്യാഖ്യാനിക്കുന്നത്. ആ വടി നീട്ടിയത് കൊണ്ട് ആ ചെങ്കട വിഭജിച്ചെന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? വീണ് കിടന്നുകൊണ്ടാണെന്നാണോ വിചാരിക്കുന്നത്? ഇത് രണ്ടും കൊണ്ടുമല്ല, ദൈവശക്തി വന്നതുകൊണ്ടാണ്. ദൈവശക്തി അവിടെ വന്നതുകൊണ്ടാണ്. നിൻ്റെ വിഷയത്തിൽ ദൈവശക്തി വെളിപ്പെടുവോളം വീണ് കിടക്കുക എന്നാ എനിക്ക് പറയാനുള്ള ദൂത്. നീ എപ്പോൾ വീണ് കിടക്കുവോ അപ്പോൾ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. നീ വീണ് കിടക്കുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. മോശ കായികാഭ്യാസിയായിരുന്നു, ബുദ്ധിമാനായിരുന്നു, ഒരു നല്ല ആർക്കിടെക്റ്റിനേക്കാൾ അറിവുള്ളവനായിരുന്നു. സമാഗമന കൂടാരത്തിൻ്റെയൊക്കെ നിർമ്മാണം, ശില്പവിദ്യ അപാരമായിരുന്നു. എൻജിനീയേഴ്സിന് നിർദ്ദേശം കൊടുത്തത് മോശയാണ്. മോശ ഒരു ചെറിയ ആളൊന്നുമല്ല. അദ്ദേഹത്തിന് നല്ല ആരോഗ്യമുള്ളവനായിരുന്നു, കായികാഭ്യാസം അറിയായിരുന്നു, ബുദ്ധിയുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും സഭാ ശുശ്രൂഷയ്ക്ക് ഉതകുന്നതല്ല. അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രി അദ്ദേഹം കൊണ്ടു നടന്നത് ഈ വീണുകിടക്കുന്നതിലൂടെയാണ്, വീണുകിടന്ന് പ്രാർത്ഥിച്ചതിലൂടെയാണ്. അപ്പോൾ പൗലോസിൻ്റെ പ്രാർത്ഥനയുടെ നില കണ്ടപ്പോഴാണ് അങ്ങോട്ട് പോയത്. പൗലോസിൻ്റെ പ്രാർത്ഥന മുട്ടുകുത്തിയായിരുന്നു, മോശയുടെ പ്രാർത്ഥന കവിണ് വീണായിരുന്നു, ഏലിയാവിൻ്റെ പ്രാർത്ഥന ഒരു അത്ഭുതകരമായ നിലയിലായിരുന്നു. നിലത്ത് കുനിഞ്ഞ് മുഖം മുട്ടിൻ്റെ ഇടയിൽ വെച്ച പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണെന്ന് നിന്ന് നോക്കണം. ഞാൻ നോക്കി, എനിക്ക് പറ്റുന്നില്ല. ഇരുന്നുകൊണ്ട് പറ്റും, ഇരുന്നിട്ട് മുട്ടിങ്ങനെ വെച്ചിട്ട് മുഖം വയ്ക്കാം. പക്ഷെ നിന്നുകൊണ്ട് വളഞ്ഞ് പോലെ വളഞ്ഞ് മുഖം മുഴങ്കാലുകൾക്കിടയിൽ വെക്കണമെങ്കിൽ അത് നിത്യത്തൊഴിൽ അഭ്യാസം എന്ന പോലെ ശരീരാഭ്യാസം ചെയ്യുന്നവർക്കേ പറ്റൂ. ഏലിയാവൊക്കെ ഒരു അപാര മനുഷ്യനായിരുന്നു, അദ്ദേഹത്തിന് അത് സാധിക്കും. എന്തിനാ അങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു ത്യാഗം നിറഞ്ഞ പ്രാർത്ഥന. ആ സമയത്ത് മറ്റൊരു ചിന്ത തന്നെ അലട്ടത്തില്ല. തൻ്റെ കൂടെ നിൽക്കുന്ന ആൾ പറയുന്നത് മഴ പെയ്യത്തില്ല, അടുത്ത കാലത്തെങ്ങും പെയ്യില്ല, വെറുതെ പ്രാർത്ഥിക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ചുറ്റും നിൽക്കുമ്പം കണ്ണും മൂക്കും കൂടെ മൂടിക്കെട്ടിയിട്ട് പ്രാർത്ഥിക്കുക നല്ലത്. കാരണം നമ്മളെ പ്രാർത്ഥനയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നവരാണ് കൂടെ നിൽക്കുന്നത്. നമ്മളെ പ്രാർത്ഥനയിൽ നിന്ന് പിന്തിരിപ്പിക്കും ആളുകളുടെ സംസാരം. അതിനെ ഒന്ന് ജയിക്കാൻ പറ്റും ഈ നിപ്പ്. അങ്ങനെ നിന്നുകൊണ്ട് ആ മനുഷ്യൻ ഇവനോട് പറഞ്ഞു, സഹശുശ്രൂഷകനോട് പറഞ്ഞു, നീ പിന്നെയും പൊക്കോ 7 പ്രാവശ്യം. റിപ്ലൈ പറയണ്ട, പൊക്കോളാൻ. പോവുക വരിക. ഒടുവിൽ അവൻ പറഞ്ഞു, ഒരു ചെറിയ ചലനമുണ്ട്. അദ്ദേഹം പറഞ്ഞു അത് മതി. അയാളുടെ പ്രാർത്ഥന വ്യത്യസ്തമായിരുന്നു. എസ്രായുടെ പ്രാർത്ഥന വ്യത്യസ്തമായിരുന്നു. മുട്ടുകുത്തിയിട്ട് കൈകൾ ഉയർത്തി അദ്ദേഹം പ്രാർത്ഥിച്ചു. രാവിലെ തുടങ്ങി വൈകുന്നവരെ അങ്ങനെ നിന്നു. അവരൊക്കെ സാധാരണ മനുഷ്യരല്ലായിരുന്നു. പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞാൽ തീരത്തില്ല. എസ്രായുടെ അത്രയും സാമ്പത്തിക ഭദ്രതയുള്ള ആളുകൾ ഇപ്പോൾ നമ്മുടെ സഭകളിലില്ല. ഗവർണറായിരുന്നു. നെഹമ്യാവിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നെഹമ്യാവ് ഗവർണറായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭക്ഷണത്തിൻ്റെ ക്രമം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തോടു കൂടെ 1-2 പേരിൽ അനേകർ ഭക്ഷണം കഴിച്ചായിട്ട് പറഞ്ഞിട്ടുണ്ട്. എസ്ര മറ്റൊരു ദൈവപുരുഷനാണ്. ഇവരെല്ലാം പ്രാർത്ഥനയിൽ അപാര അനുഭവങ്ങൾ കാഴ്ചവെച്ചവരാണ്. മറ്റൊരു മനുഷ്യനെ ഞാൻ കണ്ടത് ദാനിയേലാണ്. പ്രാർത്ഥിക്കരുതെന്ന് രാജകൽപ്പനയുള്ളപ്പോൾ കിളിവാതിൽ തുറന്നിട്ട് പ്രാർത്ഥിച്ച ആളാണ്. മുട്ടുകുത്തിയാണ് പ്രാർത്ഥിച്ചത്. യേശു കർത്താവ് മുട്ടുകുത്തി കവിണ് വീണ് പ്രാർത്ഥിച്ചു. പൗലോസ് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു.
സ്തേഫാനോസിനെ നോക്ക്, കല്ലേറ് വരുമ്പോൾ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അതുകൊണ്ട് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് ഒരു ശീലമാക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതം ചെയ്യും. ഒന്നുകൂടെ പറയാം, ദൈവസന്നിധിയിൽ മുട്ടുകുത്തുന്നവൻ വേറെ ഒരു സ്ഥലത്തും മുട്ടുകുത്തേണ്ടി വരികയില്ല. ദൈവസന്നിധിയിൽ മുട്ടുകുത്തുന്നവനെ തോൽപ്പിക്കാൻ കഴിയില്ല. ഒരു ദൈവദാസൻ പറഞ്ഞ വാക്ക് ഞാൻ കടമെടുത്ത് പറയാം. ഒരു മനുഷ്യൻ മുട്ടേ നിൽക്കുമ്പോൾ എത്ര പൊക്കമുണ്ടോ അതാണ് അവൻ്റെ പൊക്കം. ദൈവരാജ്യത്തിൽ അവൻ്റെ പൊക്കം മുട്ടേ നിൽക്കുമ്പോഴുള്ള പൊക്കമാണ്. മടുക്കരുത്, തളരരുത്, മുഷിയരുത്. മുട്ടയിൽ തഴമ്പ് വരട്ടെ, ഹൃദയത്തിൽ തഴമ്പ് വരാതിരിക്കട്ടെ. പൗലോസ് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നവനായിരുന്നു. എഫേസ്യ ലേഖനത്തിൽ 2 പ്രാർത്ഥന കണ്ടു, കൊലോസ് ലേഖനത്തിൽ 1 പ്രാർത്ഥന കണ്ടു. ഇനിയും ഫിലിപ്പിയ ലേഖനത്തിൽ 1 പ്രാർത്ഥന കാണാം. ഒന്നാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു, കേട്ടാലും. നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാകണമെന്നും ക്രിസ്തുവിൻ്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിൻ്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശുക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരുമായി തീരണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ വീണ്ടും അദ്ദേഹം തൻ്റെ പ്രാർത്ഥന പറയുകയാണ്. പ്രാർത്ഥിക്കുന്ന വിവരം അവരോട് അറിയിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? നിങ്ങളുടെ സ്നേഹം വർദ്ധിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു, പരിജ്ഞാനം വർദ്ധിക്കാൻ പ്രാർത്ഥിക്കുന്നു, വിവേകം വർദ്ധിക്കാൻ പ്രാർത്ഥിക്കുന്നു, വിവേചനം വർദ്ധിക്കാൻ പ്രാർത്ഥിക്കുന്നു. സ്നേഹം, പരിജ്ഞാനം, വിവേകം, വിവേചനം പ്രാർത്ഥനാ വിഷയ. സ്നേഹം, പരിജ്ഞാനം, വിവേകം, വിവേചനം. ഈ ജനത്തിന് ഇതുണ്ടാവണം. വിവേചനം എന്ന് പറയുന്നത് നാളുകൾ കൊണ്ടേ കിട്ടത്തുള്ളൂ. വിവേചിച്ചറിയുക, ഡിസേണിങ്, കാണുമ്പം കേൾക്കുമ്പം കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ളൊരു കൃപ, വിവേചിക്കുക. ഒരാൾ വരുമ്പോൾ അവനെ വിവേചിക്കാൻ കഴിയുന്നത് ഒരു പ്രത്യേക അനുഭവമാണത്. പത്രോസ് അപ്പോസ്തലൻ അനന്യാസിനോട് ചോദിക്കുന്ന ചോദ്യം വിവേചനത്തിൽ നിന്നല്ലേ ഇത്രയ്ക്കോ നിലം വിറ്റത്? അപ്പോൾ ആ വിവേചനം വർദ്ധിച്ച് നിങ്ങൾക്ക് വളരാൻ പറ്റും. പൗലോസ് പ്രാർത്ഥിക്കുക, വിവേചിക്കാൻ കൃപ കൊടുക്കണമേ. സ്നേഹം വർദ്ധിപ്പിക്കണം, പരിജ്ഞാനം വർദ്ധിപ്പിക്കണം, വിവേകം വർദ്ധിപ്പിക്കണം. ഇങ്ങനെ ലേഖനങ്ങളിൽ 4 സ്ഥലത്ത് ഇദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന നമുക്ക് കാണാൻ പറ്റും. വേറെ പല സ്ഥലങ്ങളിലും ഇദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ ഇനി പൗലോസിൻ്റെ ലേഖനങ്ങൾ വായിക്കുമ്പോൾ കാണും. ഇന്ന് ഇതുവരെ ചിന്തിച്ചത് എന്തായിരുന്നു? പൗലോസിൻ്റെ പ്രധാനപ്പെട്ട 4 പ്രാർത്ഥനകൾ. ഈ 4 പ്രാർത്ഥനകളിലും അദ്ദേഹം ഭൗതിക വിഷയങ്ങളൊന്നും പ്രാർത്ഥിക്കുന്നില്ല. വിശ്വാസികളുടെ തിരിച്ചറിവിന് വേണ്ടി സ്നേഹം, പരിജ്ഞാനം, ജ്ഞാനം, വിവേകം, ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം, ആത്മശക്തി, ദൈവകൃപ, ഈ കാര്യങ്ങളാണ് തിരിച്ചും മറിച്ചും പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഒരു വിശ്വാസിക്ക് വേണ്ടി ഒരു ദൈവദാസൻ പ്രാർത്ഥിക്കേണ്ടത് പശുവിനെ വിൽക്കാനും റബ്ബറിന് വില കൂടാനും അല്ല. എന്നാൽ അതും പ്രാർത്ഥിക്കാതെ പറ്റൂല. കാറ് മേടിച്ചുകൊണ്ട് വരുമ്പം പ്രാർത്ഥിക്കണം,
കാർ വിൽക്കുമ്പം പ്രാർത്ഥിക്കണം, വിദേശത്തേക്ക് പോകുമ്പം പ്രാർത്ഥിക്കണം, തിരിച്ചു വരുമ്പം പ്രാർത്ഥിക്കണം, ചില സ്ഥലങ്ങളിൽ എയർപോർട്ടിൽ പോയി പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെ ഒന്ന് നിർബന്ധമായാൽ പിന്നെ ശുശ്രൂഷകന് വേറൊരു ജോലിയും ചെയ്യാൻ പറ്റാതെയാവും. ഇതെല്ലാം ആവശ്യമാണ് താനും. ഭൂമിയിൽ ഇത് സഭയാണ്, മനുഷ്യരാണ്, നമ്മൾ ഭൂമിയിലാണ് ജീവിക്കുന്നത്. പക്ഷേ യഥാർത്ഥ ദൈവദാസൻ ഇതൊന്നും പ്രാർത്ഥിക്കാനായിട്ടല്ല ദൈവം വെച്ചിരിക്കുന്നത്. ഇവരെ ഒന്നുകൂടെ കർത്താവിനെ അറിയണം. അതാണ് യഥാർത്ഥ പ്രയർ. അതുകൊണ്ട് പ്രാർത്ഥനയെക്കുറിച്ച് ഒരു പുതിയ വെളിപ്പാട് പ്രാപിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, പ്രാർത്ഥനയെക്കുറിച്ച് തന്നെ ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇടപെടാതെ പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ചും ആത്മാവിലും പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ചും ഞങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ഇന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതിൻ്റെ വിഷയവും പ്രാർത്ഥനയിലെ ആ വിഷയങ്ങളുടെ വ്യത്യസ്തതയും കാണിച്ചു തന്നതിനായിട്ട് സ്തോത്രം. ഈ നിലയിൽ ഞങ്ങളിലും മാറ്റം വരുത്താൻ കൃപ ചെയ്യണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ.